ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനൊരു വർഷമായി ലോങ് വീഡിയോ ചെയ്യാണ്ട്. അപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചാനലൊരു 7000 എങ്ങാണ്ട് സബ്സ്ക്രൈബറുള്ള ചാനലാണല്ലോ. അപ്പോൾ അത് വെറുതെ കളയണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഒരു മെയ് 18 നമ്മൾ മൂന്നാറിലേക്ക് ഒരു ടൂർ പോയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരടിപൊളി മൂന്നാർ ട്രിപ്പായിരുന്നു. 1 ഡേ ടൂറാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടത്. ഇത് അവിടെ പോയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ പോയത് രാത്രിയാണേ. അപ്പോൾ ഒരു 10 മണിക്കാണ് നമ്മൾ പോയത്. അവിടെ എത്തുമ്പോൾ ഒരു 2 മണി ആ ഒരു ടൈമായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ബസ്സിൽ തകർത്ത് തിമിർത്ത് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ അടിച്ച് പൊളിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത്. ആരൊക്കെയാണ് പോയത് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ ഫാമിലി എന്നാണ് പോയത് കേട്ടോ. ഉമ്മ ഉണ്ടായിരുന്നിട്ടില്ല, അമ്മക്ക് വയ്യാതായിരുന്നു. ഉമ്മയുടെ അനിയത്തിമാരും അവരുടെ മക്കളും പേരക്കുട്ടികളും എൻ്റെ താത്തയും എല്ലാവരും പാടെയാണ് പോയത്. ഒരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. പിന്നെ ആദ്യം തന്നെ നമ്മൾ പറയട്ടെ, നമ്മളൊരു ഏത് ബസ്സിലാണ് പോയതെന്ന് നമുക്ക് പറയാം. കാരണം അത്രയും വൈബായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് എടുത്ത് പറയണത്. ഇഷ ടൂർസ് ആൻഡ് പാക്കേജ് എന്നുള്ള ടീമിൻ്റെ കൂടെയാണ് നമ്മൾ പോയത്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി സർവീസായിരുന്നു കേട്ടോ അവരുടെ. ഒരുപാട് ഹെൽപ്പൊക്കെ നമുക്ക് ചെയ്തു തന്നു. നമ്മളിതുപോലെ മുമ്പ് സ്കൂളിൽ നിന്ന് മോൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോഴും ഇവരെ തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളി സർവീസായിരുന്നു. അവരെ ഫുഡാണെങ്കിലും നമ്മൾ 2 മണിക്കാണ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ സ്റ്റേ ആകാൻ നമുക്ക് അവരുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രഷായി അവിടെ എത്തിയപ്പോൾ രാത്രി ഒരു 2 മണി കഴിഞ്ഞു. ഞങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ആ റൂമിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചോട്ടിലെ വ്യൂ ഒക്കെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ മൂന്നാർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും അവിടെ ഇപ്പം എന്താ കാണാനുള്ളത്, അവിടെ കുറേ തേയിലത്തോട്ടവും പിന്നെ കുറേ പൈൻ മരം, അതുപോലെ തന്നെ യൂക്കാലിപ്സിൻ്റെ മരങ്ങളൊക്കെ തന്നെയാണല്ലോ കാണാനുള്ളതെന്ന്. പക്ഷെ പോകാത്തവർക്ക് അങ്ങനെ തന്നെയാണ് തോന്നുള്ളൂ. പക്ഷെ പോയവർക്ക് അവരോട് ചോദിക്കണം അതിൻ്റെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോയത്, നമ്മളവിടെ പോയി കുളിച്ച് ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ച്, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ അവർ നമുക്ക് തന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ആദ്യം പോയത് ഫോട്ടോ പോയിൻ്റ് എന്നുള്ള ഒരു പ്ലേസിലാണ്. അവിടെ വെറുതെ അല്ല അവർ ആ ഒരു പ്ലേസിന് അങ്ങനെ പേരിട്ടതെന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എവിടെ നോക്കിയാലും നമുക്ക് എവിടെ നിന്നിട്ട് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം, അങ്ങനെ ഒരു പ്ലേസായിരുന്നു കേട്ടോ. പിന്നെ പോരാത്തതിന് കൂടെ തണുപ്പുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഈ ബസ്സിനാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ നിന്ന് കുറേ നമ്മൾ ഫാമിലി ആയിട്ടും പിന്നെന്താ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് കുറേ ഫോട്ടോസ് എടുത്ത്, അതുപോലെ തന്നെ കുറേ ഞങ്ങൾ കളിയൊക്കെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു വൈബല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് കളിയും ചിരിയും എന്താ പറയുക, ഞങ്ങളുടെ മക്കളും ഇവരുടെ മക്കളൊന്നും അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ പോയപ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു സ്കൂളിൽ നിന്ന് പോയ പോലെ ഒരു പുതിയൊരു ജീവിതം തന്നെ തിരിച്ചു കിട്ടിയെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അനുഭൂതിയായിരുന്നു അവിടെ പോയപ്പോൾ. അവരൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റും. മക്കളൊക്കെ അങ്ങനെ പറയണത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമാണ് മനസ്സിന്. പിന്നെ നമ്മൾ ആ ഡാൻസൊക്കെ കളിച്ചത് എന്താ പറയുക, ഈ ടീ ഫാക്ടറിയിലാണ് കേട്ടോ ആ ഒരു ഡാൻസും തേയിലത്തോട്ടമൊക്കെ അവിടെ നിന്ന് നമ്മൾ എടുത്തത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ പർച്ചേസ് ഒന്നും ചെയ്തില്ല അങ്ങനെ. കാരണം എന്ന് വെച്ചാൽ അവിടെ നല്ല വിലയായിരുന്നു എന്ന് നമ്മളെ ഡ്രൈവർ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പ്ലേസാണ് നമുക്ക് പിന്നെ ഇപ്പോൾ അവർ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങളവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് മടങ്ങി. പിന്നെ നമ്മൾ പോണത് അവിടെ കുറേ ഡാമുണ്ട് കേട്ടോ. അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് പ്ലേസുകളുണ്ട്. പിന്നെ നമ്മൾ പോയത് എക്കോ പോയിൻ്റ് എന്നുള്ളൊരു സ്പോട്ടിലാണ്. അവിടെ പോയവർക്കറിയാം എന്തായാലും. നമ്മൾ എന്തെങ്കിലും ഒരു സൗണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നമുക്ക് തന്നെ കേൾക്കണ ആ ഒരു സംഭവമില്ലേ, പ്രതിധ്വനിയില്ലേ, അതിനെന്തൊക്കെയാണ് പറയും. അപ്പോൾ
അവിടെയാണ് കേട്ടോ. അതും ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊന്നും എന്താ പറയുക, ആ ഒരു വെള്ളത്തിൽ കൂടെ കളിക്കാനും ഒക്കെ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ എന്താ അത്ര ആ വെള്ളം അഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ആരും കളിക്കാൻ പിന്നെ സമ്മതിച്ചില്ല. പിന്നെ അങ്ങനെ ഒരുപാട് യൂക്കാലിപ്സിൻ്റെ മരങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ അത്രയും ഡിസ്റ്റൻസിൽ നിന്ന് ആയ കാരണം ഏതാണെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല കേട്ടോ. അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ചയായാൽ ഫുഡ് കഴിക്കുന്നുണ്ട്. അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായത് കൊണ്ട് നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, സോറി. പിന്നെ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ പിന്നെ പോയത് മാട്ടുപ്പെട്ടി ഡാമുണ്ട് അവിടെ, അതിൻ്റെ ഇടയിൽ അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല വ്യൂ തന്നെ ആയിരുന്നു. പക്ഷെ ഉച്ച സമയമായതുകൊണ്ട് ഒരുപാട് നേരം അവിടെ നിന്നില്ല. പിന്നെ കുട്ടികളൊക്കെ നമുക്ക് വേറെ സ്പോട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്, പിന്നെ വെള്ളവും കുറവായിരുന്നു. അങ്ങനെ പിന്നെ കുണ്ടല ഡാമിലേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ ഒരു വ്യൂ. വെള്ളച്ചാട്ടമാണ് ചെറുതായിട്ട് അവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണത്. അപ്പോൾ അത് കുറേ നേരം അത് കണ്ടു നിന്നു. അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കാടും മലയും തന്നെയാണല്ലോ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു എന്താ തേയിലത്തോട്ടം മാത്രമാണോ കാണാനുള്ളത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളുടെ കൂടെ വന്നവർക്കൊക്കെ ഏകദേശം മടുപ്പായി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കുണ്ടല ഡാമിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലേസിലേക്ക് എത്തിപ്പെട്ടപ്പോൾ എൻ്റെ പൊന്നോ എന്തെന്നാ പറയുക, ഭയങ്കര സന്തോഷം. എല്ലാവരും അപ്പോഴാണ് പറഞ്ഞത് ഹാപ്പി ആയി എന്നിട്ടാ. ഒരുപാട് യൂക്കാലിപ്സിൻ്റെ മരങ്ങളുണ്ട്. പിന്നെ അതിൽ ഇടയിൽ പൈൻ ഫോറസ്റ്റ്, കുറച്ച് പൈൻ മരങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഡാമിൽ നമ്മൾ ബോട്ടിംഗ് ഒന്നും ചെയ്തില്ല. ചെറിയ കുട്ടികൾ വരെ, 1 വയസ്സായ കുട്ടി അടക്കം നമ്മുടെ കൂടെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും സന്തോഷം. നല്ല വയസ്സ് 60 വയസ്സിന് മുകളിലേക്കുള്ളവർ തൊട്ടിട്ട് 1 വയസ്സായ കുട്ടി പോലും നമ്മുടെ ടൂറ് ആസ്വദിക്കാൻ വേണ്ടി വന്നോന്ന് പറയുമ്പോൾ അല്ലേ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ അന്ന് തിരിച്ചു വന്നത്. ഒരു ദിവസം കൂടി അവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. കാരണം അത്ര നല്ല ഒരു ആംബിയൻസും എന്താ പറയുക, അവരുടെ ബസ്സിൻ്റെ സർവീസ് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം എന്നിട്ട് നമ്മുടെ കൂടെ വന്നവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനി ഇൻഷാ അള്ളാ എവിടേക്കെങ്കിലും പോവുകയാണെന്ന് വെച്ചാൽ ഇവരുടെ വണ്ടി തന്നെ നമുക്ക് വിളിക്കണം എന്നുള്ളത് കേട്ടോ. അത്രയ്ക്കും അടിപൊളിയായതുകൊണ്ടാണ് നമ്മളത് വീണ്ടും വീണ്ടും പറയണത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നാണ് കുറേ നേരം അവിടെയാണ് സ്പെൻഡ് ചെയ്തത് ഞങ്ങൾ പോയതിൽ. അവിടെ നിന്ന് വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ 1 ഡേ ടൂറാണേ, അത് ഇറക്കണമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മൾ കുറേ യാത്ര ചെയ്തിട്ട് പിന്നെ എത്തുന്നത് ഗ്യാപ്പ് റോഡ് എന്നുള്ള വ്യൂ പോയിൻറ്റിലാണ് കേട്ടോ. അത് അവസാനമാണ്. നമ്മൾ തിരിച്ച് പോരുമ്പോഴുള്ള ആ ഒരു ടൈമിലാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത്. അപ്പോൾ അവസാനം ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് നമ്മുടെ പിന്നെ ഡാൻസും പാട്ടും കളിയും പറഞ്ഞ പോലെ എല്ലാവരും എന്താ ചെറുതില്ല വലുതില്ല എല്ലാവരും ഒരുപോലെ കളിച്ച് ആസ്വദിച്ച് കുറച്ച് നേരം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്, അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതവിടെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കുറേ പേരും വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത്. എന്താ വെച്ചാൽ വെക്കേഷൻ സമയമായിരുന്നല്ലോ, അതുകൊണ്ട് ഒരുപാട് വേറെയും ടൂറിന് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോഴേക്കിന് ഏകദേശം ഒരു 7 മണി എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് വരാൻ തോന്നിയില്ല എന്നുള്ളതാണ്. എല്ലാവരും പറഞ്ഞു ഇവിടുന്ന് ടൂറ് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ 1 ദിവസം മതി, 2 ദിവസം വേണ്ട, നമുക്കെല്ലാവർക്കും പണിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അയ്യോ ഇനിയിപ്പോൾ എങ്ങനെയാണ് പറയാം, 1 ദിവസം കൂടെ വേണം എന്നുള്ളത് ഫൗളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഇൻഷാ അള്ളാ വേറൊരു ദിവസം നമുക്ക് ടൂറ് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ സമാധാനിച്ചു. അതേ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം കുറേ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കണ്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ കുറച്ച് സ്ഥലങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത് വിട്ടുപോയ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷനോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിയിക്കാം. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഊട്ടിയിലേക്ക് പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. കാരണം ക്ലൈമറ്റ് ഒന്ന് ചേഞ്ചിന് വേണ്ടിയിട്ടാണ്
അങ്ങനെ തീരുമാനിച്ചത്. പക്ഷേ ഊട്ടിക്ക് പോകാൻ ചില പ്രത്യേക കാരണങ്ങളും സാഹചര്യങ്ങളും കൊണ്ടും ആയില്ല കേട്ടോ. തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും, നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ സ്വെറ്ററും കാര്യങ്ങളൊന്നും എടുക്കാണ്ടാണ് പോയത്. കാരണം ഇപ്പോൾ അത്രയ്ക്ക് തണുപ്പില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ പോയിട്ട് അവിടെ നിന്ന് ചിലർ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതും നമ്മൾ അനുഭവിച്ചു. അപ്പോൾ ഒരിക്കലും മറക്കാത്തൊരു ടൂറായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.